GST. GST? GST. Yeah, GST. What is GST? Gabbar Singh tax. Is it a good and simple tax? No, it's goods and service tax. Yes, it's goods and service tax. അപ്പം ജി എസ് ടി നിലവിൽ വന്നത് 2017 അല്ലേ? അതെ. 2017 വന്നിട്ട് ഏതാണ്ട് ഇപ്പം 8 വർഷമായി. 8 വർഷത്തിന് ശേഷം വളരെ വലിയൊരു ചേഞ്ചസ് ആണ് GST നിയമത്തിൽ വരുന്നത്. അത് ഇന്ന് മുതൽ സെപ്റ്റംബർ 22, 2025 നിലവിൽ വന്നു കഴിഞ്ഞു. ഈ ഒരു അമെൻമെൻറ്റിൽ GST ഭേദഗതി നിയമത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇത് സാധാരണക്കാരന് ഒരു കൺസ്യൂമറിന് എങ്ങനെയാണ് ഇത് ബെനിഫിറ്റ് ആവുന്നത്? ഓക്കെ, രാജേഷ് പറഞ്ഞ പോലെ GST വന്നിട്ട് 8 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ GST ആദ്യമായിട്ട് വരുന്ന പോലെയാണ്. അത്രയും റേറ്റ് ചേഞ്ചസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ഡെഫിനറ്റ്ലി GST ഒരു കൺസ്യൂമർ ടാക്സ് ആവുമ്പോൾ ഏറ്റവും കൂടുതൽ അത് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അൾട്ടിമേറ്റ്ലി അത് ബാധിക്കുന്നത് കൺസ്യൂമറിനെയാണ്. സോ ഇതിൽ രാജേഷിന് തോന്നുന്നില്ലേ ഇപ്പോൾ റേറ്റ് ചേഞ്ചസ് ഇപ്പോൾ 2 സ്റ്റേജ് ഉണ്ട്, അതായത് റേറ്റ് കൂടുന്നതുണ്ട്, റേറ്റ് കുറയുന്നതുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താണ് ഇപ്പോൾ റേറ്റ് ചേഞ്ചസിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ റേറ്റ് സ്ലാബുകൾ ഉണ്ടായിരുന്നു GSTയിൽ, അത് ഏതൊക്കെയാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്, എങ്ങനെയാണ് ഇപ്പോൾ പുതിയ ടാക്സ് റേറ്റ്? ഓക്കെ, ഇപ്പോൾ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ GST വന്നപ്പോൾ 4 ടാക്സ് സ്ലാബിലാണ് വന്നത്. 5, 12, 18, 28%. ഈ 28% ഒപ്പം തന്നെ ഒരു കോമ്പൻസേഷൻ സെസ് ഉണ്ടായിരുന്നു 12%. ഇപ്പോൾ ഗവൺമെൻറ് ഈ ഒരു മാറ്റത്തോടു കൂടി അവർ ചെയ്തിട്ടുള്ളത് 12 എന്നുള്ള സ്ലാബ് ഓൾമോസ്റ്റ് 99% എടുത്ത് കളഞ്ഞു. എന്നിട്ട് ആ 12% ഉണ്ടായിരുന്ന ഗുഡ്സിനെ 70% ഗുഡ്സിനെ കൊണ്ടുപോയിട്ട് 5% ബാക്കി കൊണ്ടുപോയിട്ട് 18% ചെയ്തു. സോ ആ 12% എന്നുള്ളത് ഇല്ലാണ്ടായി. അപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2 രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിലവിൽ 5%ഉം 18% ഈ 2 സ്ലാബ്, അതെ, കൂടാതെ ഒരു 40% സ്ലാബ് കൂടി വന്നിട്ടുണ്ട് അല്ലേ? കറക്റ്റ്. അത് ഏതൊക്കെ കമ്മോഡിറ്റീസിനാണ്? അത് മെയിനായിട്ട് 28% പ്ലസ് 12% കോമ്പൻസേഷൻ സെസ് ഉണ്ടായിരുന്ന ഗുഡ്സിനെ അത് രണ്ടും കൂടെ കോമ്പൻസേഷൻ സെസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. അപ്പോൾ അങ്ങനത്തെ കമ്മോഡിറ്റീസിന് ലെറ്റസ് സേ ഹൈ എൻഡ് മോട്ടോർ വെഹിക്കിൾസ്, അതല്ലെങ്കിൽ കെഫൈനേറ്റഡ് ഡ്രിങ്ക്സ് ഇതിനെയൊക്കെ കൊണ്ടുപോയിട്ട് 40%ലാണ് ആക്കിയിട്ടുള്ളത്. ഇതുകൊണ്ട് ഈ ഒരു 2 എന്ന് പറഞ്ഞാൽ 4 സ്ലാബിൽ നിന്ന് ഇപ്പോൾ നിലവിൽ 2 സ്ലാബിലേക്ക് വരുമ്പോൾ സാധാരണക്കാരന്, കൺസ്യൂമേഴ്സിന് അവൻ്റെ ഈ നിത്യോപയോഗ സാധനങ്ങൾ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതിനൊക്കെ വില കുറയുകയും അവൻ്റെ ജീവിത നിലവാരം കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നാണോ കരുതുന്നത്? ഇൻറ്റൻഷൻ അതാണ്. എന്താണ് ഉദ്ദേശം? 12% നിന്ന് 70% കൊമോഡിറ്റീസും 5%ലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരന് ഈസിലി അവൈലബിൾ, ചീപ്ലി അവൈലബിൾ, മോർ ദാൻ ഈസിലി ചീപ്ലി അവൈലബിൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇതിൽ കുറച്ച് ബോട്ടിൽ നെക്സ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഇതിൽ 12% നിന്ന് എക്സംപ്റ്റഡ് ആക്കിയിട്ടുണ്ട് ചില സാധനങ്ങൾ, ലെറ്റസ് സേ പനീർ, അത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം എക്സംപ്റ്റഡിൽ കൊണ്ടുപോയപ്പോൾ 12% വാങ്ങിയിട്ട് കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്ന ഒരു വ്യാപാരി ആ 12% അയാൾക്ക് പിന്നെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും കൊമോഡിറ്റി എക്സംപ്റ്റഡ് ആക്കിയാൽ അത് വാങ്ങാൻ നേരം അയാൾ കൊടുത്ത ടാക്സ് അയാൾ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഈ 12% ഒരു കച്ചവടക്കാരനും ആ ലോസ് അയാൾ ബെയർ ചെയ്യില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? വാല്യൂ കൂട്ടിയിട്ട്, സാധനത്തിൻ്റെ വില കൂട്ടിയിട്ട് അത് കൺസ്യൂമർക്ക് പാസ് ഓൺ ചെയ്യും. ഇതൊരു ടെമ്പററി ഇഷ്യൂ ആണ്, വിച്ച് മീൻസ് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ കൺസ്യൂമറിന് ആ ബെനിഫിറ്റ് അപ്പോൾ വരുന്നില്ല. കാരണം ഈ 12% വാങ്ങിച്ച ആ ടാക്സ്, ആ ഡിഫറൻസ് ടാക്സ് എമൗണ്ട് ഇവൻ്റെ ലാൻഡിങ് കോസ്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ മേലെയാണ് മാർജിൻ ഇട്ടിട്ട് കൺസ്യൂമറിന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇപ്പോൾ കൺസ്യൂമറിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും വരുന്നില്ല. ഇതൊരു ടെമ്പററി ഇഷ്യൂ ആണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് കുറേ പാരാമീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ ഗവൺമെൻറ് നമ്മുടെ GST ആക്ട് നോക്കുകയാണെങ്കിൽ ആൻറ്റി പ്രോഫിറ്ററിങ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അതോറിറ്റി ഉണ്ട്. പക്ഷേ ഏറ്റവും അൺഫോർച്ചുനേറ്റ് സംഭവം എന്താണെങ്കിൽ ഈ റേറ്റ് റിവിഷൻ വരുന്നതിന് മുന്നേ തന്നെ 1/4/2025 മുതൽ ഈ അതോറിറ്റി ഉണ്ടാവില്ല. വിച്ച് മീൻസ് ഒരു കൺസ്യൂമർക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ ഉണ്ടായിരുന്ന അതോറിറ്റിയാണ് ആൻറ്റി പ്രോഫിറ്ററിങ് അതോറിറ്റി. പക്ഷേ ഇപ്പോൾ ആ ഒരു അതോറിറ്റി 1/4/2025 മുതൽ ഇല്ല.
വിച്ച് മീൻസ് വാട്ട് ഇപ്പോൾ ഒരു റേറ്റിൻ്റെ ബെനിഫിറ്റ് ഒരു കൺസ്യൂമർക്ക് പാസ് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ എവിടെ പോയിട്ടാണ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കൺസ്യൂമറിന് അറിയില്ല. അല്ല, തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ജനങ്ങളും കൂടെ അവെയർ ആയിരിക്കണം. ഇത്തരം കാര്യങ്ങൾ, നികുതിയിൽ വരുന്ന മാറ്റങ്ങൾ അതെങ്ങനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റങ്ങൾ ഈ കൃത്യമായ രീതിയിൽ അവന് കിട്ടുന്നില്ല എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ GST ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ അറിയിക്കാം. അതെ. അതും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഇപ്പോൾ അടുത്ത 2 ദിവസം മുന്നേ പറഞ്ഞത് ഗവൺമെൻറ്റും GST ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ഇതിൻ്റെ ബെനിഫിറ്റ് കൺസ്യൂമർക്ക് അവൈലബിൾ ആക്കും എന്നുള്ളതിന് അവരെല്ലാ പരിശ്രമങ്ങളും. തീർച്ചയായിട്ടും അതാണ് കാര്യം. ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് ആ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽസ്, ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളും കൂടെ ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതെ. കാരണം നമുക്ക് ഇത് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടെ അറിയണം. പണ്ടത്തെ മാതിരി അല്ലല്ലോ. അപ്പോൾ സിന്ധു, സാധാരണ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ MRP പതിച്ച സാധനങ്ങൾ കാണാം. ഇപ്പം 12% ഉള്ള സാധനം ഇപ്പം 5 കുറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 18 5 കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ ആ MRP, ഈ പഴയ MRP മാറ്റി അതിന് പകരം പുതിയൊരു MRP കച്ചവടക്കാരൻ അവിടെ ഒട്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവിടെ കൺസ്യൂമറിന് വരികയല്ലേ ചെയ്യുന്നത്. എന്നാൽ മാത്രമല്ലേ കൺസ്യൂമറിന് ശരിക്കും ആ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. രാജേഷ് പറയുന്നത് ശരിയാണ്. പക്ഷേ അതിലൊരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, ഈ ഒരു 30 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ റേറ്റ് ചേഞ്ചസ് മൊത്തം നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇത്രയും ഈ ഷോർട്ട് ടൈമിൻ്റെ ഉള്ളിൽ മാനുഫാക്ചറർ MRP പതിച്ച് അയച്ച സാധനങ്ങൾ ഓൾട്ടർ ചെയ്യാൻ മാനുഫാക്ചറർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് പല ഡിസ്ട്രിബ്യൂഷൻ ചെയിനിൽ പല സ്റ്റേജസിലായിരിക്കും ഇത് കിടക്കുന്നുണ്ടാവുക. ലെറ്റസ് സേ സൂപ്പർ മാർക്കറ്റിൽ കിടക്കുന്ന ഒരു കൊമോഡിറ്റി, ലക്ഷക്കണക്കിന് കൊമോഡിറ്റീസ് ഉണ്ടാവും, ചെറുതായതുകൊണ്ട് അതിൻ്റെയൊക്കെ MRP ഇത്രയും ഷോർട്ട് ടേമിൽ അമെൻഡ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്നൊരു ഇഷ്യൂ ഫസ്റ്റ് അവിടെ ഉണ്ട്. ഓക്കെ, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെങ്കിലും അവിടെ നിന്ന് ആ ഒരു MRP അല്ല പുതിയ റേറ്റിലാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. തീർച്ചയായിട്ടും വേണം. അത് ലീഗൽ മെട്രോളജി ആക്ട് പ്രകാരവും വേണം. കൺസ്യൂമേഴ്സിന്റെ റൈറ്റ് ആണ്, അവരുടെ റൈറ്റും ആണ്. പിന്നെ അതുമല്ല, ഗവൺമെന്റും ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അവർ കുറച്ച് റിലാക്സേഷൻ കൊടുത്തത്, സാധാരണ ഒരു കൊമോഡിറ്റിയുടെ MRP ചേഞ്ച് ആവുകയാണെങ്കിൽ 2 പ്രാവശ്യം ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ റിലാക്സ് ചെയ്തിട്ട് അഡ്വർടൈസ് ചെയ്യുന്നതിന് പകരം ഒരു മാനുഫാക്ചറർ ഡൗൺ ദ ലൈൻ ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്താൽ മതി. അതേപോലെ പഴയ സ്റ്റിക്കർ നിങ്ങൾ സ്ട്രൈക്ക് ഓഫ് ചെയ്യണമെന്നില്ല, അതിൻ്റെ മേലെ നിങ്ങൾ തന്നെ പ്രിന്റ് എടുത്തിട്ട് ഒട്ടിച്ചിട്ട് പുതിയ പ്രൈസ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ ഓരോ കച്ചവടക്കാരനും അവരുടെ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യണം. കൺസ്യൂമർക്ക് ഡെഫിനറ്റ്ലി അറിയാൻ പറ്റില്ല. കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം MRPയിൽ കൂടുതൽ ഒരു കച്ചവടക്കാരൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷേ MRPയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും വേണം. കാരണം ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണല്ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് കിട്ടണം എന്നുള്ള ഒരു അവകാശം, അത് റൈറ്റ് അല്ലേ? പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നത് ഇൻഷുറൻസ് മേഖല, ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ അതുപോലെ ലൈഫ് ഇൻഷുറൻസ്, ഇതിനെല്ലാം തന്നെ GST എടുത്തു കളഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു ഇമ്പാക്ട് തന്നെ ആയിരിക്കും. അതെ, അത് വളരെ അത്യാവശ്യമായിരുന്നു അത് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസും പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസും അത് വളരെ പോസിറ്റീവായിട്ടൊരു മൂവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കൺസ്യൂമർ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളെങ്കിൽ കൺസ്യൂമേഴ്സ് കുറച്ചും കൂടെ അവെയർ ആവണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതിൽ എത്ര റേറ്റ് ടാക്സ് വരുന്ന കമ്മോഡിറ്റി ആണെന്നൊക്കെ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലേ? അതെ. പക്ഷേ പ്രാക്ടിക്കലി എന്താണെങ്കിൽ നമ്മൾ പോയൊരു സാധനം വാങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചും GPay ഒക്കെ വന്ന സമയത്ത് നമ്മളൊന്നും നോക്കാറില്ല. അതെ, വലിയൊരു എമൗണ്ട് ആണ് GST ആയിട്ട് പോകുന്നത്. അത് കൃത്യമായിട്ടാണ് പോകുന്നത്. കൂടുതൽ വാങ്ങുന്നുണ്ടോ നമ്മൾ ചതിക്കപ്പെടാതിരിക്കാൻ. ഈ MRP മാറുന്നത് കൊണ്ട് അധിക ലാഭം കച്ചവടക്കാരനും പാടില്ല, അയാൾക്ക് അധികം നഷ്ടവും പാടില്ല. രണ്ടും ഉണ്ട്. ആ ഒരു കറക്റ്റ് ഒരു ബാലൻസ് ആക്റ്റീവ് ചെയ്യണം. അതാണല്ലോ ടാക്സേഷൻ പ്രിൻസിപ്പിൾ അല്ലേ? കാരണം കച്ചവടക്കാരന് നഷ്ടം വരാൻ പാടില്ല. ഇപ്പം നമ്മൾ കച്ചവടക്കാരൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ കച്ചവടക്കാരൻ്റെ ഒരു സാധാരണ ഇപ്പോൾ ഒരു 12% അല്ലെങ്കിൽ 18% സാധനം വാങ്ങിച്ചു, അതിന് ലോവർ റേറ്റിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ചില ഗുഡ്സ് എക്സംപ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും, 0 റേറ്റഡ് ടാക്സ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഇവൻ ഓൾറെഡി വാങ്ങിച്ചിട്ട് വെച്ചിട്ടുള്ള ഈ സ്റ്റോക്കിന് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടാത്ത സാഹചര്യം വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഇതിൽ 2 സിനാരിയോ വരും. ഒന്ന്, ടാക്സ് 12% ആയിട്ടുള്ളത് അല്ലെങ്കിൽ 5% ആയിട്ടുള്ളത് എക്സംപ്റ്റഡ് ആയ സിനാരിയോ. അതിൽ എന്തായാലും ഒരു കച്ചവടക്കാരൻ, ഒരു ടാക്സ് പെയർ ആ ITC റിവേഴ്സ് ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി റിവേഴ്സ് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തത് ഇത് കൂടിയത്, അപ്പോൾ 12% ലെറ്റസ് സേ 5% ആയി.
അപ്പോൾ വാങ്ങിയത് 12%-നും ഇനി അയാൾ അങ്ങോട്ട് കണ്ടിന്യൂസ്ലി വിൽക്കാൻ പോകുന്നത് 5%-ലായിരിക്കും. ഓക്കെ. ഒരുപാട് ഗുഡ്സ് ഉള്ള ഒരാൾക്ക് പ്രശ്നമില്ല, ITC അവിടെ കിടന്നാലും ബാക്കി പലതിലേക്കും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് അവിടെ അക്യുമുലേറ്റ് ചെയ്യും. ക്രെഡിറ്റ് ഉണ്ട്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുണ്ടെങ്കിൽ 12-ന്ന് 5 ആയിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് റിവേഴ്സ് ചെയ്യണമെന്ന് അതില്ല. റിവേഴ്സ് ചെയ്യേണ്ടത് എക്സംപ്റ്റഡ് ആയാൽ മാത്രമേ റേറ്റഡ് ആണെങ്കിൽ മാത്രം റിവേഴ്സ് ചെയ്താൽ മതി. അതിന് പ്രത്യേകിച്ച് ITC 03 എന്ന് പറയുന്ന ഒരാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം സിന്ധു, ഇതിനകത്ത് ടാക്സിൻ്റെ പുതിയൊരു ഇംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി, കൺസ്ട്രക്ഷൻ ഫീൽഡ്, അതുപോലെ ഹോസ്പിറ്റൽ ബിസിനസ്സസ്, ഇതിനൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മൾ ഇപ്പോൾ സാധാരണക്കാരൻ്റെ കൺസ്യൂമറിന് അതിന് ബെനിഫിറ്റ് വരുമോ അതോ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള? ദാറ്റ് ഐ വിൽ കം ലൈക്ക് ദിസ്. റെസ്റ്റോറൻറ്റ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ, വിച്ച് മീൻസ് റെസ്റ്റോറൻറ്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡ് അലോൺ റെസ്റ്റോറൻറ്റ്സ്, വേറൊരെണ്ണം അക്കോമഡേഷൻ ഉള്ള സ്ഥലത്തുള്ള റെസ്റ്റോറൻറ്റ്സ്. സ്റ്റാൻഡ് അലോൺ റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 5% വിത്തൗട്ട് ITC. സർവീസ് സെഗ്മെന്റിൽ നമ്മൾ ഓർക്കേണ്ടത് എവിടെ 5% വരുന്നോ അവിടെ ഒന്നും ITC ഉണ്ടാവില്ല. പക്ഷേ ഗുഡ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 5% ആണെങ്കിലും വാങ്ങുമ്പോൾ കൊടുക്കുന്ന 5% അയാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷേ സർവീസ് അങ്ങനെയല്ല. അപ്പോൾ ഹോട്ടൽ ഓൾറെഡി റെസ്റ്റോറൻറ്റ്സിന് ITC ഇല്ല, അത് അതേപോലെ കണ്ടിന്യൂ ആവും. ഇനി അക്കോമഡേഷൻ ഉള്ള സ്ഥലത്ത് ഒരു റൂം റെന്റ്, അതായത് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയും, അത് 7,500 താഴെയാണെന്നുണ്ടെങ്കിൽ 5% ITC ആണ്. 5% ആണ് ടാക്സ് റേറ്റ്. അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് എന്താണെങ്കിൽ നമ്മളൊരു 12% കൊടുത്തിരുന്ന സ്ഥലത്താണ് അത് കുറച്ച് 5%. ദാറ്റ് മീൻസ് ഹോട്ടൽ അക്കോമഡേഷൻ ഹാസ് ബിക്കം റിയലി ചീപ്പ്. ഓക്കെ. നെക്സ്റ്റ് ഇതിൻ്റെ ഹയർ 7,500 കൂടുതൽ വാല്യൂ ഓഫ് സപ്ലൈ വരുന്ന സ്ഥലത്താണെങ്കിൽ 18%. 18% ആണ്. പക്ഷേ ഇവിടെ 5% കുറഞ്ഞാലും പ്രശ്നം എന്താ, അയാൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഹോട്ടലിന്റെ റൂം നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഇൻപുട്ട് സർവീസും ഉണ്ടോ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കോസ്റ്റിലേക്ക് കയറും. എന്നിട്ടാണ് അതിന്റെ മേലെയാണ് 5% വരുന്നത്. ആ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ വൺ മോർ തിങ്, ഈ 7,500-ന്റെ മേലെയുള്ള റൂം റെന്റുള്ള സ്ഥലത്തുള്ള റെസ്റ്റോറൻറ്റ്സിന് ഇപ്പോഴും 18% വിത്ത് ITC. അതായത് ഇപ്പോൾ ഒരു 7-star ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയി കഴിക്കുകയാണെങ്കിൽ 18% യു ഹാവ് ടു പേ. അതിൽ ചേഞ്ച് ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 7,500 ആണ് അതിന്റെ താഴെയുള്ള സ്ഥലത്തേ താമസിക്കാവൂ. അങ്ങനെയാണെങ്കിൽ 5% ടാക്സ് കൊടുത്തിട്ട് നമുക്ക് താമസിക്കാം. പിന്നെ അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ കോൺട്രാക്ടർ, അപ്പോൾ ആ ഒരു സെഗ്മെന്റിലേക്ക് വരുന്നത് എങ്ങനെയാണ്? റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഏത് രാജ്യത്തിനും ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ്. റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ 2017 മുതൽ നോക്കുകയാണെങ്കിൽ വളരെ ഫേസ്ഡ് ആയിട്ടാണ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്. കംപ്ലീറ്റ് റെസിഡൻഷ്യൽ യൂണിറ്റ്സും അതല്ലെങ്കിൽ ബിൽഡേഴ്സിനെയും മൊത്തം ഒരു അമെൻമെൻറ്റ് 2019 മുതൽ വന്നു. ആ ഏരിയ എപ്പോഴും ടച്ച് ചെയ്തിട്ടില്ല. ലെറ്റസ് സേ ഒരാളൊരു ഫ്ലാറ്റ് വാങ്ങുന്നു, 5% ടാക്സ്. ഓക്കെ. അപ്പോൾ ഓൾറെഡി ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്ന ആൾ ഇതുവരെ 5% കൊടുത്തിരുന്നെങ്കിൽ ആ 5% തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നെക്സ്റ്റ് ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സിന് 18% സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അതിൽ 1-2 വർക്ക്, ലെറ്റസ് സേ എക്സ്കവേഷൻ, എർത്ത് വർക്ക്, ഇപ്പോൾ അവർ സൈറ്റ് ഫോർമേഷനോ സൈറ്റ് ക്ലിയറൻസോ എർത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ 12% ആണ് ഉണ്ടായിരുന്നത്. ഇപ്പം അത് 18% ആക്കിയിട്ടുണ്ട്. നൗ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ്. ഈ ഒരു എക്സസ് എമൗണ്ട് ഗവൺമെന്റ് കൊടുക്കും. എക്സാക്ട്ലി, അതാണ് പ്രശ്നം. കാരണം ടെൻഡർ വിളിക്കുന്ന സമയത്ത് ഓൾ ഇൻക്ലൂസീവ് റേറ്റ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. അതിൽ അവർ ഫാക്ടർ ചെയ്തിട്ടുള്ളത് 12% GST ആണ്. ഇപ്പോൾ അത് 18% ആവുന്ന സമയത്ത് ഈ ഡിഫറൻഷ്യൽ 6%-ന് ഗവൺമെന്റ് കോൺട്രാക്ടർ നെറ്റോട്ട് ഓടേണ്ടി വരും. കാരണം അവർ പറയും, ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിൻ്റെ അടുത്ത് പോയാൽ നമുക്കറിയില്ല, ഗവൺമെന്റ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സിന് ഉണ്ടാവും. ക്വാളിറ്റി കുറയാനുള്ള സാധ്യത ഉണ്ടോ? അത് പിന്നെ ഒരു മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യണം. സോ അങ്ങനെ ചെയ്യാൻ ഓൾറെഡി ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് വളരെ പത്തറ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. കാരണം മിക്ക കോൺട്രാക്ടേഴ്സിനും GSTയിൽ നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ എന്തുകൊണ്ട് ഒരു ബുക്കിൽ ഒരു എൻട്രി ഇടുന്ന സമയത്ത് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നില്ല, ഗവൺമെന്റ് നിങ്ങൾക്ക് പൈസ തരുമ്പോഴല്ലേ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ മിക്ക ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സിന്റെ പ്രശ്നം എന്താ, ഒരു ബില്ല് സബ്മിറ്റ് ചെയ്ത് 6 മാസം 8 മാസം കഴിഞ്ഞിട്ടാണ് അത് സാങ്ഷൻ ആവുന്നത്. സാങ്ഷൻ ആവുമ്പോൾ തന്നെ അതിൽ മൊത്തം കാണിച്ച എമൗണ്ട് കിട്ടില്ല. അപ്പോൾ ഓൾറെഡി സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. എന്തുകൊണ്ടാണ് അപ്പം ആ ഒരു ഡിഫറൻസ് ടാക്സ് ഗവൺമെന്റ് കൊടുക്കാത്തത്? കാരണം ഗവൺമെന്റ് ഏൽപ്പിച്ച ജോലി ഗവൺമെന്റ് കൊടുക്കണം. ഗവൺമെന്റ് വേണം, ഗവൺമെന്റ് ആണ് സർവീസ് റെസിപ്പിയന്റ്. പക്ഷെ അത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ലെറ്റസ് PWD ഡിപ്പാർട്ട്മെന്റും അവർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേറ്റ് ചേഞ്ച് മുന്നേ വന്ന സമയത്ത് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു SRO നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ട് പറഞ്ഞു ഈ ബാലൻസ് 6% ഗവൺമെന്റ് അബ്സോർബ് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പ്രോ ആക്റ്റീവ് ആയിട്ടൊരു മെഷർ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും ചെയ്യണം. ഇനി അടുത്ത സെഗ്മെന്റ് നമ്മുടെ ഹോസ്പിറ്റൽ. ഓക്കെ.
ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ കാരണം ഈ ഹോസ്പിറ്റലിൽ ഞാൻ ചോദിക്കുന്നപ്പം ലൈഫ് സേവിങ് മെഡിസിൻസ് അതുപോലെ സാധാരണ മെഡിസിൻസ് ഒക്കെ തന്നെ വില കുറയുന്നുണ്ട് ഈ GST ടാക്സിന്റെ റേറ്റ് ചേഞ്ചസ് വരുന്നതുകൊണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റൽ ബില്ലിൽ അത് റിഫ്ലക്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ചെയ്യും ആയിരിക്കും. 22 ഇന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരും തന്നെയാണ് വിശ്വസിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് കിട്ടും ചെയ്യും അല്ലേ? അത് കിട്ടണം. അത് ഇങ്ങനെ രണ്ട് ആസ്പെക്ട്. ഓൾറെഡി ഇൻ പേഷ്യൻറ്റ് സർവീസസ് എക്സംപ്റ്റഡ് ആണ് GSTയിൽ. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് നമുക്ക് വേണ്ടി ഒരു പേഷ്യൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾസും മെഡിസിൻസും ഒക്കെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ ഒരു സിംഗിൾ ബില്ലാണ് തരുന്നത്. ആ ബില്ലിൽ പറഞ്ഞത് അതിൽ മെഡിസിൻ മേ ബി MRPയിലാവാൻ ചാർജ് ചെയ്യുന്നത് അല്ലായിരിക്കാം. അപ്പോൾ ഇവിടെ കൺസ്യൂമർക്ക് ബുദ്ധിമുട്ട് എന്താണെന്നുണ്ടെങ്കിൽ 12% അല്ലെങ്കിൽ 18% 5 കുറഞ്ഞപ്പോൾ ഇപ്പോഴും MRP തന്നെയാണോ ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് കൺസ്യൂമർ നോക്കേണ്ടി വരും. അത് അങ്ങനെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വല്ല മെക്കാനിസം ഉണ്ടോ? നത്തിങ് ആസ് ഓഫ് നൗ, ഒന്നുമില്ല. കുറച്ചും കൂടെ അവെയർ ആയ പ്രൂഡൻ്റ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർ ദേ വിൽ റേസ് ആൻ ഇഷ്യൂ, ദേ വിൽ ക്വസ്റ്റ്യൻ ദി ഹോസ്പിറ്റൽ അതോറിറ്റീസ്. അവർ ചോദിക്കും. അങ്ങനെ മുന്നേ ഉണ്ടായിട്ടുണ്ട് കേസസ്. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല, വേറൊരു മെക്കാനിസവും ഇല്ല. ഓക്കെ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഫാർമസിന്ന് ഒന്ന് ഔട്ട് പേഷ്യൻറ്റിന് കൊടുക്കുന്ന മെഡിസിൻസ് എപ്പോഴും ടാക്സബിൾ ആണ്. അപ്പോൾ അതിൽ ശരിക്കും പെട്ടെന്ന് തന്നെ അത് പാസ് ഓൺ ചെയ്യുക. കാരണം നമ്മളൊരു കൗണ്ടറിൽ പോയിട്ട് അതിൽ വേറെ സർവീസ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല, മെഡിസിൻ്റെ ബില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ MRP 100 രൂപ, സെല്ലിംഗ് പ്രൈസ് 80 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് പാസ് ഓൺ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സോ അങ്ങനത്തെ ബുദ്ധിമുട്ട് കൗണ്ടർ സെയിൽസിൽ ഈസിയാണ് അറിയാൻ വേണ്ടി. അത് കണ്ടുപിടിക്കാൻ അത് ഹോസ്പിറ്റലുകാർ ജെന്യൂൻ ആയിട്ട് ചെയ്യണം. അതെ. അല്ല, അതാണ് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് പാസ് ഓൺ ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ചും ഈ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി കൂടി ഇല്ലാത്തപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലെയും ഗുഡ് വിൽ അനുസരിച്ച് അവർ ചെയ്യേണ്ടതാണ്. അതായത് നമ്മളൊരു ദാറ്റ് ഇസ് വേറെ ഒരു ഫാക്ടർ, ഒരു കോമ്പറ്റീറ്റീവ്നെസ്. ഇപ്പോൾ ഒരേ പ്രോഡക്റ്റ് തന്നെ വില കുറഞ്ഞതിൻ്റെ ബെനിഫിറ്റ് നല്ല രീതിയിൽ നടക്കുന്ന ഒരു കച്ചവടക്കാരൻ പാസ് ഓൺ ചെയ്തു. സെയിം പ്രോഡക്റ്റ് പഴയ വിലയിൽ വേറെ ആൾ വിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ആൾക്കാർ കുറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനും കൂടിയാണ് അത് റെഗുലേറ്റ് ചെയ്യുന്ന വേറെ ഫാക്ടർ. ഓക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഇപ്പം വെഹിക്കിൾസ് അല്ല അല്ലേ, ഇപ്പം ഒരു മീഡിയം ബഡ്ജറ്റഡ് വെഹിക്കിൾസ്, കാർസ്, ഇതിനൊക്കെ വില കുറയും. അപ്പോൾ സാധാരണക്കാരന് തീർച്ചയായിട്ടും വലിയൊരു എന്താ പറയുക ആശ്വാസം തന്നെയല്ലേ അത്? നമ്മളിപ്പോൾ ഇതിൻ്റെ കൺസംഷൻ ട്രെൻഡ് അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോവർ ഇൻകം ഗ്രൂപ്പ്, മിഡിൽ സെഗ്മെൻറ്റ്, പ്രീമിയം സെഗ്മെൻറ്റ്. ലോവർ ഇൻകം ഗ്രൂപ്പിൻ്റെ ഡേ ടു ഡേ കൺസംഷൻ ഗുഡ്സ്, FMCG ഗുഡ്സ്, അതേപോലെ ഡേ ടു ഡേ കൺസംഷൻ ആവശ്യമുള്ള വാട്ട് ഇസ് ദാറ്റ് ബേക്കറി ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ്, അതിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ലോ ഇൻകം ഗ്രൂപ്പിന് ഇറ്റ് ഈസ് വെരി പോസിറ്റീവ്. മിഡിൽ സെഗ്മെൻറ്റിന് എന്താണെങ്കിൽ സപ്പോസ് ദേ ആർ ദ വൺസ് ഹു ആർ ലൈക്ക് കൺസ്യൂമേഴ്സ് ഓഫ് എ സെഗ്മെൻറ്റ് ലൈക്ക് ഹോം അപ്ലയൻസ്, അതേപോലെ തന്നെ വെഹിക്കിൾസ്. ഇപ്പോൾ നമ്മൾ മീഡിയം സെഗ്മെൻറ്റിനെ നോക്കുകയാണെങ്കിൽ they are the biggest consumers of the items like home appliance. അപ്പോൾ അതേപോലെ തന്നെ കാറുകൾ. അപ്പോൾ അതിലൊക്കെ അവർക്കെല്ലാം 28% നിന്ന് റേറ്റ് കമ്മിയായിട്ട് 18% വന്നിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് നോ കോമ്പൻസേഷൻ സെസ് ഓൾസോ. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ കൺസംഷൻ കൂടും. അവർക്ക് ഇറ്റ്സ് പോസിറ്റീവ് ഫോർ ദം. പിന്നെ എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ ഈ FMCGയുടെ വില കുറയുന്നതും അതിന്റെ ബെനിഫിറ്റും അവർക്കുണ്ട്. പക്ഷേ വെൻ വി ലുക്ക് അറ്റ് ദ പ്രീമിയം സെഗ്മെന്റ് ഇപ്പോഴും 40%, അങ്ങനത്തെ അതായത് ഹൈ എൻഡ് now also it is 40%. മുന്നേ 28% plus 12% കോമ്പൻസേഷൻ സെസ് ആയിരുന്നു. ഇപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം 40%. സോ റേറ്റ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. അപ്പോൾ കാർ വാങ്ങുന്ന ആളുകൾക്ക് വലിയൊരു കാർ വാങ്ങുമ്പോൾ നമ്മൾ ഏത് സെഗ്മെന്റിലുള്ള കാർ വാങ്ങുന്നു എന്നുള്ളതനുസരിച്ചിട്ട് ബെനിഫിറ്റ് വരെയും വരാതെ. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു ടാക്സ് റേറ്റിലുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് റവന്യൂ ലോസിനെ ബാധിക്കില്ല ഇത്? കാരണം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അലോക്കേഷൻ, GSTന്റെ ഒരു അലോക്കേഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മൾ കേരള സ്റ്റേറ്റിനെ സംബന്ധിച്ച് കേരള സ്റ്റേറ്റിന്റെ റവന്യൂ കുറയില്ലേ? അതുണ്ട്. കോമ്പൻസേഷൻ സെസ് കൊണ്ടുവന്നപ്പോഴും അതൊരു ലോങ് ടേം മെഷർ അല്ല. എപ്പോൾ GST നിയമം കൊണ്ടുവന്നപ്പോൾ സ്റ്റേറ്റ്സ് അവരുടെ സോവറിൻ പവർ സറണ്ടർ ചെയ്തിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള റവന്യൂ എത്തുന്നത് വരെയുള്ള ഒരു ടെമ്പററി മെഷറാണ് കോമ്പൻസേഷൻ സെസ്. നൗ ഇപ്പം അത് മാറ്റിയിട്ടാണ് റേറ്റ് 28%-ൻ്റെ ഒപ്പം ആ ഒരു 12% കൂടെ കൂട്ടിയിട്ട് 40% ആക്കിയത്. അപ്പോൾ അതിൽ ആ 12% ഡെഫിനറ്റ്ലി സ്റ്റേറ്റ്സിന് വരും. പക്ഷേ പ്രശ്നം എന്താണെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഫോർമുല വേറെയാണ്. ഓരോ സ്റ്റേറ്റിനും കോമ്പൻസേഷൻ കിട്ടിയിരുന്നത് GST വരുന്നതിന് മുന്നേ അവരുടെ ലാസ്റ്റ് 3 ഇയേഴ്സിലെ റവന്യൂവിന്റെ ബേസിലാണ് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ആ ക്രൈറ്റീരിയ ഒന്നുമില്ല. 40% ആണെങ്കിൽ 20% നിങ്ങൾക്ക് സ്റ്റേറ്റിന്, 20% സെന്ററിന്.
കേരളം നമ്മളിപ്പോൾ അക്രോസ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഒരു 15% കൺസംഷൻ ഇസ് ഹാപ്പനിങ് ഇൻ കേരള ബിക്കോസ് വി ആർ എ കൺസ്യൂമർ സ്റ്റേറ്റ്. അപ്പോൾ ഈ റേറ്റ് കുറയുന്നതിൻ്റെ ഒരു നഷ്ടം ഡെഫിനറ്റ്ലി നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും. അതാണ് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് കേരളത്തിൻ്റെ ലോസസ് എസ്റ്റിമേറ്റഡ് അറ്റ് ബിറ്റ്വീൻ 8,000 and 10,000 crore എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ഈ ലോസ് ഗവൺമെൻറ് എങ്ങനെയായാലും റവന്യൂ ഇല്ലാണ്ട് ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ പറ്റില്ല. സോ വാട്ട് ദേ വിൽ ഡു, അവരുടെ കയ്യിലുള്ള സബ്ജക്ട്സ് ലെറ്റസ് എ ലാൻഡ് ടാക്സ്, ഇലക്ട്രിസിറ്റി, അതേപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, ഇതൊക്കെ കൂടും. കാരണം ഇൻ കേസ് ഈ ഇവർ ഇതിന്ന് കിട്ടുന്ന ഈ ഒരു 20% ഷെയർ സഫീഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് സ്വന്തം കണ്ടെത്തണം അഡീഷണൽ മീൻസ്. ദെൻ വാട്ട് ദേ വിൽ ഡു, ഗവൺമെന്റ് സർവീസിൽ ആൾക്കാർ നമ്പർ കുറയ്ക്കുക, അങ്ങനെ ഒരുപാട് ഇക്കോണമിക് ഇമ്പാക്ട് മോർ ഫ്രം ദ പോയിന്റ് ഓഫ് ഇക്കോണമി നല്ലോണം ഇമ്പാക്ട് ഉണ്ടാവും. 28 + 12% കോമ്പൻസേഷൻ സെസ്, ആ 28ൽ പകുതി സ്റ്റേറ്റിനായിരുന്നു. ഒരു 12% ടെമ്പററി ആയിരുന്നു, ടെമ്പററി അറേഞ്ച്മെന്റ്സ് ആയിരുന്നു. ഇപ്പോൾ ഓൾ ടുഗദർ 40 ആകുമ്പോൾ അതിന്റെ പകുതിയാണ് കിട്ടുന്നത്, 20 ആണ് കിട്ടുന്നത്. അങ്ങനെ നമ്പേഴ്സ് നോക്കുന്ന സമയത്തും ലോസ് ആണ്, സ്ട്രേറ്റ് അവേ ലോസ് ആണ്. സ്ട്രേറ്റ് ഒരു 8%. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് പെർമനന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. മറ്റേത് കുറച്ച് ഒരു പീരീഡിൽ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒരു ചെറിയൊരു ആശ്വാസം ലോങ് ടേമിൽ ബെനിഫിഷ്യൽ ആവും. ചിലപ്പോൾ അത് ഒരു ബ്രേക്ക് ഈവനിലേക്ക് അല്ലെങ്കിൽ വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ ഗവൺമെന്റിന് സാധ്യതയാണ്, കിട്ടാൻ സാധ്യതയുണ്ട്. സെൻട്രൽ ഗവൺമെന്റും ദേ ആർ എസ്റ്റിമേറ്റിംഗ് their losses some around 40,000 crores. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിൽ അത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഇതിൻ്റെ എല്ലാം വില കുറയ്ക്കുന്നതോടുകൂടി കൂടുതൽ ആൾക്കാർക്ക് സ്പെൻഡിങ്ങിന് കൂടുതൽ ഫണ്ട് അവൈലബിൾ ആവും, വിച്ച് മീൻസ് ദ കൺസംഷൻ വിൽ ഇൻക്രീസ്. ഗ്രാജുവലി ആ കൂടുന്ന കൺസംഷൻ ഈ കുറഞ്ഞ ടാക്സ് റേറ്റിനെ ബാലൻസ് ചെയ്യും. അങ്ങനെ ആ ഒരു ഓപ്റ്റിമൽ ലെവലിൽ എത്തുന്നതാണ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹോപ്പ്. ഇതെല്ലാം ഈ ഇനീഷ്യൽ സ്റ്റേജസിൽ വരുന്ന നമ്മുടെ പെർസെപ്ഷൻസും നമ്മുടെ പ്രിസംഷൻസുമാണ്. എവറിത്തിങ് ഹാസ് ടു ബി ടെസ്റ്റഡ്. കാരണം ഈ മാർക്കറ്റ് എങ്ങനെ എങ്ങനെ ബിഹേവ് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് ഏകദേശം പറയാന്നുള്ള വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. സോ വി ക്യാൻ ജസ്റ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പക്ഷേ 40,000 crores ആണ് റവന്യൂ ലോസ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്, അല്ലേ? അതൊക്കെ ഗ്രാജുവലി അത് ദാറ്റ് ക്യാൻ ബി കോമ്പൻസേറ്റഡ് ഓൺലി ബൈ മോർ കൺസംഷൻ. അപ്പോൾ ബട്ട് അഗെയിൻ വി ഡോണ്ട് നോ. ദ തിങ് ഇസ്, ഇപ്പോൾ മോർ കൺസംഷൻ എന്ന് പറഞ്ഞാലും ഒരു മാസം 4 സോപ്പ് ഉപയോഗിക്കുന്ന ഒരു ഫാമിലി 40 സോപ്പ് ഉപയോഗിക്കില്ലല്ലോ, ഇത് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളിലല്ലാണ്ട് വി ഹാവ് ടു എക്സ്പെക്ട് ഇൻ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സോ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കൺസംഷൻ. ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള വേൾഡ് വൈഡ് ടാക്സ് റേറ്റ് 5%, 18% എന്ന് പറയുന്ന ഒരു സ്ലാബ് സിസ്റ്റമാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും അങ്ങനെ കൊണ്ടുവന്നുള്ള ഒരു പറയുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും ഈ GST വന്നതിന് ശേഷം എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങൾ വാറ്റ് സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ടോ നമ്മളും അവരും തമ്മിൽ ഈവൻ നമ്മുടെ റൂൾസ് നോക്കുകയാണെങ്കിലും ശരി, ലെറ്റ് us say ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, എല്ലാ കോൺസെപ്റ്റും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിലും നമ്മളൊരു ഓപ്റ്റിമം ലെവലിലായാൽ മാത്രമേ നമ്മളൊരു വേൾഡ് ഇക്കോണമി എന്നുള്ളൊരു സ്റ്റേറ്റസിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ബിസിനസ് വന്ന് ഒരു FDI വരുമ്പോഴോ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴോ പ്രധാന പ്രശ്നം എന്താണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് റേറ്റുള്ളതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ഡിസ്പ്യൂട്ട് വരും. ഇപ്പോൾ ഒരാൾ അവരുടെ പ്രോഡക്റ്റ് 12% ആണെന്ന് വിചാരിച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 7 കൊല്ലം കഴിഞ്ഞ് ഇത് 18% ആണെന്ന് പറയുമ്പോൾ വരുന്ന ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു മെത്തഡോട് കൂടി അതില്ലാണ്ടായി. ബിക്കോസ് ഏതിപ്പോൾ ഒരു HSN മാറിപ്പോയാലും കുഴപ്പമില്ല, റേറ്റ് ഇസ് ദ സെയിം. അപ്പോൾ വിച്ച് ഇസ് കൈൻഡ് ഓഫ് മോർ സർട്ടനിറ്റി. ഈ ടൈം ഓഫ് സപ്ലൈയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഇപ്പോൾ ഇന്ന് ശേഷം 22 സെപ്റ്റംബറിന് ശേഷം ടൈം ഓഫ് സപ്ലൈ വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പം ഈ എപ്പോഴാണ് ഈ ശരിക്കും ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്, എപ്പോഴാണ് സപ്ലൈ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ഇതിന് നമുക്ക് ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ടൈം ഓഫ് സപ്ലൈ ശരിക്കും അതിനകത്ത് വരുന്നത്. അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നത് ട്രേഡേഴ്സിനാണ് കുറച്ചും കൂടി ഇതിനകത്ത് ഏത് റേറ്റ് എടുക്കണം എന്നുള്ളത്. 22 മുമ്പ് ഈവൻ എന്ന് പറയുന്ന ട്രേഡർ ഓൾറെഡി സാധനം സപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻവോയ്സ് വരുന്നത് ആഫ്റ്റർ 22 ആണ്. അപ്പം ഏത് റേറ്റ് എടുക്കണം എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അതിൽ നമുക്ക് ബേസിക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക 3 ഇവൻറ്റ്സ് ആണ് ടാക്സിൽ. ഒന്ന് ആക്ച്വൽ സപ്ലൈ, നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എപ്പോഴാണ് സപ്ലൈ ചെയ്യുന്നത്. 2 എപ്പോഴാണ് ഇൻവോയ്സ് റേസ് ചെയ്യുന്നത്. 3 എപ്പോഴാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ലെറ്റ് us say ഈ 22 മുന്നേ ഗുഡ്സ് സപ്ലൈ ചെയ്തു, ഇൻവോയ്സ് റേസ് ചെയ്യുന്നതും പേയ്മെന്റ് കിട്ടുന്നതും GSTക്ക് ശേഷമാണെങ്കിൽ പുതിയ റേറ്റ് ആണ്. ഈ 22 ശേഷം രണ്ട് കാര്യങ്ങൾ GSTക്ക് 22 ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ പുതിയ റേറ്റ് ആണ്. അപ്പോൾ സിന്ധു ടൈം ഓഫ് സപ്ലൈയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പം ടൈം ഓഫ് സപ്ലൈയിൽ 3 പോയിന്റുകൾ വളരെ റെലവെന്റ് ആണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ
നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സ്, ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. അപ്പം ഈ 3 കാര്യങ്ങളും ഈ ഇന്നത്തേക്ക് ശേഷം 22nd ശേഷമാണ് നടക്കുന്നതെങ്കിൽ പുതിയ റേറ്റിലാണ് വരുന്നത്. കറക്റ്റ്, ഒരു കൺഫ്യൂഷനും ഇല്ല. സപ്പോസ് ഈ സപ്ലൈ ചെയ്തത് ഒരു 15th സെപ്റ്റംബറിലാണ്, ഇൻവോയ്സ് വരുന്നത് 25th സെപ്റ്റംബറിലാണ്, പേയ്മെന്റ് നടക്കാൻ പോകുന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ പുതിയ റേറ്റ്. ഇനി മൂന്നാമതൊരു സിനാരിയോയും കൂടെ വരും. അതായത് ഇൻവോയ്സ് റേസ് ചെയ്തതും സപ്ലൈ ചെയ്തതും 22nd മുന്നേ, എമൗണ്ട് കിട്ടുന്നത് ഇത് 22nd ശേഷം. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് പഴയ റേറ്റ് ആണ് വരിക. ബിക്കോസ് 2 ഈവൻസ് റേറ്റ് ചേഞ്ച് ചെയ്യണതിന് മുന്നേ നടന്നു കഴിഞ്ഞു. അപ്പോൾ പഴയ റേറ്റ് ആണ് വരിക എപ്പോൾ എമൗണ്ട് കിട്ടിയാലും. അതെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടെ ട്രേഡേഴ്സ് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം. ഓക്കെ.